കായംകുളം ഓണാട്ടുകര മേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഓണത്തോടനുബന്ധിച്ചുള്ള ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പിന് തുടക്കമായി. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള സങ്കരയിനം ബന്ദിയാണ് കൃഷി ചെയ്യുന്നത്. കായംകുളത്തെ ഓണാട്ടുകര മേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഓണത്തോടനുബന്ധിച്ചുള്ള ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പിന് തുടക്കമായി. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള സങ്കരയിനം ബന്ദികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പൂക്കൃഷിയുടെ ഉദ്ഘാടനം സ്റ്റേഷൻ മേധാവി ഡോക്ടർ മിനി വി നിർവഹിച്ചു. കർഷകർക്ക് വളരെ ആദായകരമായി ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ബന്ദി കൃഷി. അത് ശാസ്ത്രീയമായി എങ്ങനെ ചെയ്യണം എന്ന് കർഷകരിൽ ഒരു അവബോധം ഉണ്ടാക്കാനും ശാസ്ത്രീയ കൃഷി രീതികൾ കർഷകരെ പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഗവേഷണ കേന്ദ്രം ഇപ്രാവശ്യം ഇങ്ങനെ ഒരു കൃഷി രീതി നമ്മുടെ ഗവേഷണ കേന്ദ്രത്തിൽ തന്നെ കർഷകർക്ക് വന്ന് കണ്ട് പരിചയപ്പെടാനും മനസ്സിലാക്കാനും ഒക്കെ ഉതകുന്ന രീതിയിൽ ഇവിടെ തന്നെ നമ്മളത് നടുകയും ഇപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ തൈയുടെ പരിചരണം മുതൽ വളവിടുന്നതും വിളവെടുപ്പും എല്ലാം ഓരോ ഘട്ടത്തിലും അതിൻ്റെ കൃത്യമായ കാർഷിക സർവകലാശാലയുടെ ശുപാർശ അനുസരിച്ചുള്ള രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. കർഷകർക്ക് ഒരു പ്രചോദനമാവട്ടെ എന്നാണ് ഈ ഗവേഷണ കേന്ദ്രം ഈ കൃഷിയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫാം മാനേജർ ബിന്ദു വി എസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ജ്യോതിലക്ഷ്മി എസ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ഓണാട്ടുകര കാർഷിക മേഖലാ ഗവേഷണ കേന്ദ്രത്തിലെ പൂക്കൃഷിയാണിത്. ഈ വർഷമാണ് നമ്മളിത് കാര്യമായ രീതിയിൽ ഈ പൂക്കൃഷി എന്നുള്ള സമ്പ്രദായം ഇവിടെ ചെയ്തു വരുന്നത്. പണ്ടൊക്കെ ചെറിയ രീതിയിൽ ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കലാകാരൻ, ദൈവമായ കലാകാരൻ തന്നെ കൊടുത്തിരിക്കുന്നതാണ് ഈ പൂക്കളുടെ നിറങ്ങളും ഭംഗിയല്ല. ഈ പൂക്കളെക്കാളും വലിയൊരു ആർട്ടിസ്റ്റോ, ഈ പൂക്കളെക്കാളും മുന്നിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റോ ഈ ലോകത്തിൽ തന്നെ ഇല്ല. പൂക്കളെന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം മനോഹാരിതയുടെ ഒരു സങ്കല്പമാണ്. അപ്പോൾ അത് ഈ പൂക്കൃഷി നമ്മളിപ്പോൾ ഇവിടെ കൂടുതലും ചെയ്യുന്നത് ഓണത്തോടനുബന്ധിച്ചാണ്. ഓണാട്ടുകര എന്ന് പറയുന്നത് ഓണാട്ടുകരയുടെ പ്രത്യേകത തന്നെ ഒരു മനോഹരമായ ഒരു വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ് ഈ ഓണാട്ടുകര. ഇവിടെ നമ്മൾ ഈ ഓണത്തോടനുബന്ധിച്ചാണ് ഈ പൂക്കൃഷി നടത്തുന്നത്. ഈ പൂക്കൃഷിയിൽ നമ്മളിത് ശരിക്കും സങ്കരവർഗ്ഗമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സങ്കരവർഗ്ഗം കൃഷിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 2-3 മാസം മുമ്പ് തന്നെ ഇത് ചെയ്യുന്നതിനുള്ള നിലമെല്ലാം ഒരുക്കി പൂർണ്ണമായും ജൈവിക രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമ്മളിതിൽ രാസവള പ്രയോഗങ്ങളൊന്നും നടന്നില്ല. യൂണിവേഴ്സിറ്റിയുടെ ശുപാർശ പ്രകാരമുള്ള ജൈവ കൃഷിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ജീവാമൃതം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്താണ് ഇതിൻ്റെ ഫലത്തിൻ്റെ പുഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓണത്തോടനുബന്ധിച്ചാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഓണം ഇപ്രാവശ്യം എന്തുകൊണ്ടോ കുറച്ച് വൈകിയാണ്. എന്നിരുന്നാലും നമുക്ക് ഓണത്തിനും എല്ലാവർക്കും നൽകുന്നതിനുള്ള പൂക്കൾ നമ്മുടെ കയ്യിലുണ്ട്. അതിനി നമ്മൾ വരും കാലങ്ങളിൽ ഇത് നന്നായി ചെയ്യണമെന്നും കർഷകർക്ക് ഒരു പ്രചോദനം നൽകാനുമാണ് നമ്മളിത് ഈ പൂക്കൃഷിയുടെ ഒരു വിജയമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഓണവിപണി ലക്ഷ്യം വെച്ചുള്ള ബന്ദിപ്പൂ കൃഷി തുടങ്ങുന്നത് മെയ് മാസം അവസാന വാരമാണ്. കേരള കാർഷിക സർവകലാശാല നിഷ്കർഷിക്കുന്ന ശാസ്ത്രീയ രീതിയിലാണ് ഇവിടെ കൃഷി നടത്തുന്നത്. കൃഷിയും അതിന്റെ പരിചരണവും കൃത്യമായ വളപ്രയോഗവും ജലസേചനവും സൂര്യപ്രകാശവും ലഭിക്കുകയാണെങ്കിൽ 45 മുതൽ 50 ദിവസത്തിനകം വിളവെടുപ്പിന് സജ്ജമാകുമെന്ന് വിദഗ്ധർ പറഞ്ഞു. പൂർണ്ണമായും വിരിഞ്ഞ പൂക്കൾ തെരഞ്ഞെടുത്ത് വിൽപ്പനയ്ക്ക് എത്തിക്കും. ഓണാട്ടുകരയിലെ വിവിധ ക്ഷേത്രങ്ങളിലെ അലങ്കാരങ്ങൾക്കും ഓണം മുതലായ ഉത്സവങ്ങൾക്കും ചെണ്ടുമല്ലിപ്പൂക്കൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. CDNet ന്യൂസ്, കായംകുളം.